ഇവിടെ സംഭവിച്ചതെന്ന് പറയുന്നത് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് കാറ്റടി ഉണ്ടായിരുന്നു. ആ കാറ്റടിയിലും കടലടിയിലുമാണ് ഇപ്പോൾ ഇതിങ്ങനെ സംഭവിച്ചത് ഈ പാലത്തിൻ്റെ. പിന്നെ ഇവിടെ ആരും തിരിഞ്ഞു നോക്കാറില്ലല്ലോ. എല്ലാവർക്കും ഓരോരോ ഇലക്ഷനും കാര്യങ്ങളും വോട്ടുമായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇവിടെയുള്ള ജനങ്ങൾ എന്ത് സംഭവിച്ചാലും അവർക്ക് അറിയണ്ട. ഇലക്ഷൻ വരുമ്പോൾ മാത്രം അവർ വരും. എന്ത് പാലമായിരുന്നു, അത് പാലം തകർന്നത്. ഒന്നേ അതൊന്ന് ശരിയാക്കാനോ എടുക്കാനോ സർക്കാർ മുൻകൈയെടുത്ത് ഇറങ്ങണം. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ പാലം പൊട്ടിയപ്പോൾ വന്ന അന്യരാജ്യ സാറെല്ലാം വന്ന് പറഞ്ഞു ഇവിടെ പാലം ശരിയാക്കി തരാൻ 4 മാസത്തിനാ എല്ലാം ശരിയാവുന്നു. അതിനുശേഷം ഇവിടെ ഒന്ന് അനങ്ങിയിട്ടേ ഇല്ല, അതൊരു ഒറ്റ അക്ഷരം ഒന്നും നോക്കിയിട്ടേ ഇല്ല. ഇതിപ്പോൾ ഇരുന്ന സ്റ്റെപ്പിൽ തന്നെ അതങ്ങ് കംപ്ലീറ്റ് പൊട്ടുകയും ചെയ്തു. പൊട്ടിയപ്പോൾ ഇന്നലെ അതിന് വേണ്ട ആൾക്കാരൊക്കെ വന്ന് ഇന്നും വന്നിരുന്ന അന്യരാജ്യം ഇപ്പം തന്നെ ശരിയായി 2-3 മാസത്തിനകം പാലം ശരിയാക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയി. ഇത് ഒരു അതുമാതമല്ല, ഇതുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ കാല് വയ്യാത്തവരും അത് ഇരുവർ ഞങ്ങളെല്ലാം ഈ പാലം കൊണ്ടാണ് ജീവിക്കുന്നത്. ഈ കർക്കിടത്തിലെല്ലാം ചാടത്തടിയിൽ പോണവർ ആൾക്കാർ ചാടി ഇത് മീൻ പിടിക്കാനവരെല്ലാവരും പോണ ജില്ലയാണ് എന്ന് പറഞ്ഞാൽ ഇതില്ലെങ്കിൽ ജീവിതം എല്ലാം വഴിമുട്ടല്ലേ. അപ്പം ആർക്കും ഒരു നേട്ടവും ഇല്ല. ഈ പറഞ്ഞല്ലാതെ ആരും ഒന്നും ചെയ്തു. ഇവിടെ നമ്മളെ കൂടുതൽ ആൾക്കാർ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത്. ഇത് നമ്മുടെ ഡൗട്ട കാറ്റുന്നില്ലേ, ഡൗട്ട ആ സമയമാണ് ഈ പാലം വളഞ്ഞത്. അതിനുശേഷം സർക്കാർ തന്നെ തീരുമാനിച്ചു പാലത്തെ ആരും പ്രവേശനം പാടില്ല, ഡേഞ്ചറായ എന്ന നിലയാണ്. തുടർന്ന് സർക്കാർ തന്നെ പറഞ്ഞ് 30 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് പാലത്തിന് മെയിൻ്റനൻസിലേക്ക് വേണ്ടി. പറഞ്ഞ് 6-7 മാസമായിട്ട് ഇതുവരെ തീരുമാനമായിട്ടില്ല. 8-ാം തീയതി 10 മണിക്കാണ് ഈ പാലം 2ആയി വിഭജിക്കുന്നത്. അതിപ്പോഴ് മനുഷ്യർക്ക്, നാട്ടുകാർക്കും മറ്റുള്ളവർക്കും ഉപജീവനമാർഗമില്ലാത്തൊരവസ്ഥയായി, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക്. സർക്കാർ മെയിൻ്റനൻസ് ഇപ്പോഴേ ചെയ്തിട്ടില്ലല്ലോ, കുറേ കാലം കൊണ്ട് ചെയ്യുന്നില്ല. 1995-ലാണ് ഈ പാലം മെയിൻ്റനൻസ് ചെയ്തത്. അതിനുശേഷം ഇതുമായിട്ട് യാതൊരു ബന്ധം ആയിട്ടില്ല. അപ്പം അതിന്റെ ഫലമായിട്ടാണ് പാലം ഇല്ലാതായത്. അത് അങ്ങനെയുള്ള അഭിപ്രായങ്ങളുമുണ്ട്, അതില്ലെന്നുള്ള അഭിപ്രായങ്ങളുമുണ്ട്. അപ്പം അവർ ശാസ്ത്രീയമായിട്ട് പറയുന്നത് ഇവിടെ വിഴിഞ്ഞത്ത് കടൽ പാലം ഹാർബർ വന്നതിൻ്റെ ഫലമായിട്ട് അവിടെ കടൽ ഭിത്തി വരുമ്പോൾ അവിടെ ഒരു തടസ്സം ഉണ്ടാകുന്നു. വടക്കുന്ന് ശക്തമായ കടലാണ് ഉണ്ടാകുന്നത്, കടലൊഴുക്കാണ് വടക്കിൽ നിന്ന് തെക്കോട്ടുണ്ടാകുന്നത്. ഈ ഒഴുക്കിനെ അവർ പുലിമുട്ടിട്ടുന്ന സാഹചര്യത്തിൽ തടസ്സപ്പെട്ടുണ്ടാകുന്നു. അതിൻ്റെ ഫലമായി കടൽ മർദ്ദമുണ്ടാകുമ്പോൾ കടൽ ഒഴുക്കുള്ള ഭാഗത്ത് കരയ്ക്ക് കയറുന്നു. അങ്ങനെ നമ്മുടെ ഈ തീരത്ത് തന്നെ 150 മീറ്ററോളം നഷ്ടപ്പെട്ടിട്ടുണ്ട്. 150 മീറ്ററോളം തീരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ മുൻകാലങ്ങളിൽ വിഴിഞ്ഞത്ത് വരുമ്പോൾ വലിയതുറയാണ് തുറമുഖമായിരുന്നത്. ഇവിടെ കുത്തക മുതലാളികൾ പുറത്തു നിന്നും അരിയും മറ്റു സാധനം കപ്പൽ വഴി ഇറക്കുമതി ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു ഈ വലിയതുറ പാലം. മൺസൂൺ കാലങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ പൂന്തറ മുതൽ വേളി വരെ ഉപജീവന മാർഗം നടത്തുന്ന ഒരു പാലമായി ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ മത്സ്യോത്സവം അല്ലാതെ കാലങ്ങളിൽ ഈ ഇറക്കുമതി എക്സ്പോർട്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ ഇവിടെയാണ് ഇറക്കി ഇവിടങ്ങളിലെ ഗോഡൗണുകളിൽ ശേഖരിക്കുമായിരുന്നു. ഇപ്പോഴത് ഉപയോഗശൂന്യമായ രീതിയിലായി മാറിയിട്ടുണ്ട്. ഉണ്ടാകും. പക്ഷെ അതാര് ചെയ്യും? ജനങ്ങൾ പല ആവലാദ്യം പറഞ്ഞിട്ട് സർക്കാർ തീരുമാനം എടുക്കേണ്ടത്. അന്തിമ തീരുമാനം സർക്കാരാണല്ലോ. പല വാഗ്ദാനങ്ങളല്ലാതെ കാര്യങ്ങൾ നടക്കുന്നില്ല. സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കാണ് വളരെ നഷ്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളി മേഖല എന്നൊരു മന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹം സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വന്നിരുന്നു, കാര്യങ്ങൾ സന്ദർശിച്ചു, പണി ചെയ്യാതെ.
അവർ അനുവദിച്ച എമൗണ്ട് ടെൻഡർ കോൺട്രാക്ടർമാർക്ക് തികയുന്നില്ല എന്നുള്ള അഭിപ്രായമാണ് ഉണ്ടായത്. കേട്ടാ. ഇപ്പം പാലം അപകടത്തിൽ കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഓ, ഒരു ചായ കുടിക്കാൻ നേരെ പറ്റൂല.